ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ഏകാദശസ്കന്ധ 29-ാം അധ്യായം. നമ്മൾ ഇന്നലെ 46-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ. അപ്പോൾ ഭഗവാനെ അല്ലേ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം ഉറച്ച് വേരൂന്നിയ സ്നേഹത്തിൻ്റെ ആവേശം കൊണ്ട് ഉദ്ധവർക്ക് എന്താ ഭാഗ്യമല്ലേ, ഭഗവാനോട് അത്ര സ്നേഹം ഉണ്ടായാൽ പിന്നെ വേറെ വല്ലതും വേണോ മോക്ഷത്തിന്? ഭഗവാനോട് വേർപിരിയേണ്ടി വരികയാണല്ലോ എന്നുള്ള ആ ഭയവും പിരിഞ്ഞു പോകാൻ ശക്തിയില്ലാണ്ടും പരിതപിക്കുന്ന ഉദ്ധവരോട് ഉള്ള സ്നേഹം, അത്ര സ്നേഹ ഭഗവാൻ ഉദ്ധവരെ, അത് പ്രകടിപ്പിക്കാനായിട്ട് ഭഗവാൻ ഉദ്ധവർക്ക് ഭഗവാന്റെ മെതിയടി അങ്ങോട്ട് നൽകി. അത് കിട്ടിയ ഉടനെ ഉദ്ധവർ ശിരസിൽ വെച്ച് പിന്നെയും ഭഗവാനെ ഒന്നങ്ങോട്ട് നമസ്കരിച്ച് ഉദ്ധവരെ അവിടെ നിന്ന് പിരിഞ്ഞു. ഉദ്ധവരെ മഹാഭാഗ്യം. വല്ലതും വേണോ ഇനി അവർക്ക്? ഉദ്ധവർക്ക് ജീവിതത്തിൽ വല്ലതും കിട്ടാനുണ്ടോ? ഒന്നുമില്ല. തതസ്തമന്തർ ഹൃദി സന്നിവേശ്യാഗതോ മഹാഭാഗവതോ വിശാലാം യഥോപദിഷ്ടാം ജഗദേകബന്ധുനാ തദ സമസ്ഥായ ഹരിർ അഗാദ് ഗതിം. തഥാ ഇതിന് ശേഷം അന്തർഹൃദി ഹൃദയമധ്യത്തിൽ തം ആ ഭഗവാന് സന്നിവേശം നന്നായി ഉറപ്പിച്ച് മഹാഭക്തനായിട്ടുള്ള ഉദ്ധവർ വിശാലാം ബദര്യാശ്രമത്തെ ഗത പ്രാപിച്ചു. തഥാ അതിന് ശേഷം ജഗദേകബന്ധുന യോഗൈകബന്ധുനാൽ ഉപദേശിക്കപ്പെട്ട വിധം സമസ്ഥായ ഇരുന്ന് തപസ് അനുഷ്ഠിച്ചിട്ട് ഹരിയുടെ ഗതിം അഗാത്. പിന്നെ ഭഗവാനെ ഉദ്ധവർ തൻ്റെ ഹൃദയമധ്യത്തിൽ അങ്ങോട്ട് ഉറപ്പിച്ചു അല്ലേ. മഹാഭക്തനായിട്ടുള്ള ഉദ്ധവർ ഭഗവാൻ ആജ്ഞ കൊടുത്ത പ്രകാരം ബദരിയാശ്രമത്തിലേക്ക് പോയി. സമസ്ത ലോകത്തിനും വിശ്വത്തിനും മുഴുവൻ ഏകബന്ധുവായി ഒരു ബന്ധുള്ളൂ. ആരാത്? ഭഗവാൻ കൃഷ്ണൻ അല്ലേ. ആ സമസ്ത ലോകത്തിന് ഏകബന്ധുവായിട്ടുള്ള ഭഗവാൻ ഉപദേശിച്ച വിധം തെറ്റാണ്ട് ആദരിച്ചുകൊണ്ട് അനന്തരം തപസ്സനുഷ്ഠിച്ചു. ഭഗവാനോടുകൂടി ചേരുകയും ചെയ്തു. ഏതദാനന്ദസമുദ്രസംഭൃതം ജ്ഞാനാമൃതം ഭാഗവതായ ഭാഷിതം കൃഷ്ണേന യോഗേശ്വര സേവിതാംഘ്രിണാ സശ്രദ്ധയ അസേവ്യ ജഗത് വിമുച്യത്തെ. യാതിർത്തിന് ആനന്ദസമുദ്രസംഭൃതം, ആനന്ദസമുദ്രത്തിൽ നിന്ന് ശേഖരിച്ചതും യോഗേശ്വര സേവതാംഘ്രിണ, യോഗേശ്വരന്മാരാൽ സേവിക്കപ്പെട്ട തൃപ്പാത്തോടുകൂടിയ കൃഷ്ണേന ശ്രീകൃഷ്ണനാൽ ഭാഗവതായ ഭക്തനായിക്കൊണ്ട് ഭാഷിതം പറയപ്പെട്ട ഏതജ്ഞാനാമൃതം, ഈ അറിവാവണ അമൃതത്തെ ശ്രദ്ധ ഏറ്റവും ശ്രദ്ധയോടുകൂടി സേവിച്ചിട്ട് ജഗത് ലോകം വിമുച്ചതയും സകല യോഗീശ്വരന്മാരും ഏതൊരു ഭഗവാന്റെ തൃപ്പാദത്തെയാണോ ഭജിക്കണേ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ഭക്തനായിട്ടുള്ള ഉദ്ധവർക്ക് ഉപദേശിച്ചതും ഭഗവത് ധർമാവണ സമുദ്രത്തിലെ സാരം കടഞ്ഞെടുത്തതായിട്ടുള്ള ഈ ആത്മജ്ഞാനാവണ അമൃത് ആര് ശ്രദ്ധയോടുകൂടി ആസ്വദിക്കണോ അവർ മുക്തി പ്രാപിക്കുന്നതറിയാം എന്ന് തന്നെയല്ല, അവരോടുള്ള ചേർച്ച സിദ്ധിക്കണവർക്കും ഈ സങ്കട സമുദ്രത്തിൽ നിന്ന് കരയറാം എന്ന് പറയാം. ഭവഭയമപഹന്തും ജ്ഞാന വിജ്ഞാനസാരം നികം അകൃതുപജഹ്രേ ഭൃംഗവത് വേദസാരം അമൃതമുദധിത ചാപായയദ്ഭൃത്യവർഗാൻ പുരുഷം ഋഷഭമാദ്യം കൃഷ്ണസംജ്ഞം നതോസ്മി. ഭവഭയം സംസാരഭയത്തെ അപഹന്തും നശിപ്പിക്കാനായിക്കൊണ്ട് ജ്ഞാനവിജ്ഞാനസാരമായിട്ടുള്ള വേദസാരാവണ അമൃതം, അമൃതത്തെ ഉദാധിത സമുദ്രത്തിൽ നിന്ന് ഭൃത്യവർഗങ്ങളെ നിഗമകൃത് യാതൊരു വേദനാഥൻ അപായയത് പാനം ചെയ്യിച്ചു. ഭൃംഗവത് വണ്ടിനെ പോലെ ഉപജഹ്ര ഉപഹരിച്ചു. ആദ്യമുള്ളവനും ഋഷഭം മഹാശ്രേഷ്ഠനും കൃഷ്ണസംജ്ഞം കൃഷ്ണൻ എന്ന പേരുള്ളവനായിട്ടുള്ള പുരുഷന് അതോ അസ്മിയ നമസ്കരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ വേദാവണ സമുദ്രത്തെ അല്ലേ വിചാരം ചെയ്ത് കടഞ്ഞ് ജരാമരണബാധകളെ തടുക്കണ ജ്ഞാനവിജ്ഞാനായിട്ടുള്ള
വേദസാരമായിട്ടുള്ള അറിവാവണ അമൃതത്തെയും പാൽക്കടൽ കടഞ്ഞെടുത്ത വെണ്ണയാവണ അമൃതത്തെയും പൂക്കളീന്നേ വണ്ട് മകരന്തം ചെന്ന് എടുത്തുകൊണ്ടുപോകും പോലെ ഭഗവാൻ കൃഷ്ണൻ വേദത്തെ കടഞ്ഞ് ജ്ഞാനവിജ്ഞാനസാരവും പാലാഴി കടഞ്ഞ് അമൃതവും എടുത്ത് തൻ്റെ ഭൃത്യന്മാർക്ക് പാനം ചെയ്യാൻ കൊടുത്തു അല്ലേ. ആ കൊടുത്ത ആദിപുരുഷനും അഖില ലോകശ്രേഷ്ഠനുമായിട്ടുള്ള ഭഗവാനെ ശ്രീകൃഷ്ണ നിന്നെ ഞാൻ നമസ്കരിക്കുമെന്ന് പറയാം. അപ്പം ശരീരപീഠ പരിഹരിക്കാൻ ദേവന്മാർക്ക് ക്ഷീരസമുദ്രം കടഞ്ഞ അമൃതവും ജനനമരണാദിക്ലേശം വേരോടെ അറുത്ത് മാറ്റാൻ സമർത്ഥമായിട്ടുള്ള വേദാന്ത സമുദ്രം കടഞ്ഞെടുത്ത ജ്ഞാനാമൃതം ഭക്തോത്തമനായിട്ടുള്ള ഉദ്ധവർക്ക് നൽകിയ ഭഗവാനെ സേവിക്കണ ഭഗവാൻ ശ്രീകൃഷ്ണനെ സേവിക്കണ ഭക്തർക്ക് പിന്നെ ശരീരക്ലേശവും സംസാര ദുഃഖവും ഉണ്ടാവില്ല എന്ന് സൂചിപ്പിച്ചേക്കണു. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ഏകാദശസ്കന്ധേ ഭക്തിയോഗ നിരൂപണം നാമ ഏകോനത്രിംശോऽധ്യായ. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ശ്രീഗോവിന്ദ ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതമേകാദശസ്കന്ധം 30-ാം രാജോവാച. തതോ മഹാഭാഗവത ഉദ്ധവേ നിർഗതേ വനം ദ്വാരവത്യാം കിമകരോത് ഭഗവാൻ ഭൂത ഭാവന. തഥാ അതിന് ശേഷം മഹാഭാഗവതേ മഹാഭക്തനായിട്ടുള്ള ഉദ്ധവർ വനത്തിലേക്ക് നിർഗതേ പോയിപ്പോ ദ്വാരവത്യാം ദ്വാരവതയിൽ ഭൂതഭാവന ഭൂതങ്ങളെ പരിപാലിക്കുന്ന ഭഗവാൻ ഈശ്വരൻ കിം അകരോ എന്താ ചെയ്തെന്ന് രാജാവ് പറയണേ. ഇപ്പോൾ 30-ാം അധ്യായത്തിൽ ആദ്യം മൗസലം അല്ലേ ഒലക്കയുടെ പ്രസ്താവിച്ച ശേഷമുള്ള സംഗതിയെക്കുറിച്ച് പരീക്ഷിത്ത് രാജാവ് മുനിയോട് ചോദിക്കുക. ഒലയ്ക്ക് പ്രസവിച്ചില്ലേ സാമ്പൻ, അതിന് ശേഷം എന്തുണ്ടായേ എന്ന് ചോദിക്കുകയാണ്. യാദവർക്ക് മുനിമാർ ശപിച്ചു, നീ ഒരു ഒലയ്ക്ക പ്രസവിക്കും, നിങ്ങൾ അത് ആ ഒലയ്ക്ക കൊണ്ട് നിങ്ങൾക്ക് നാശം നേരിടുമെന്ന് പറഞ്ഞു. അപ്പം യാദവർക്ക് നേരിട്ട ശാപം തീർക്കാൻ പ്രഭാസ തീർത്ഥത്തിൽ പോയി കുളിക്കാൻ സ്നാനത്തിനായിട്ട് ഭഗവാൻ ഒരുങ്ങിയ സമയത്താണല്ലോ ഉദ്ധവരും ഭഗവാനും തമ്മിൽ സംഭാഷണം ആരംഭിച്ചേ. ഭഗവാൻ ഉപദേശിച്ചനുസരിച്ച് മഹാഭക്തനായിട്ടുള്ള ഉദ്ധവർ, ഭഗവാൻ തന്നെയാണ് ഉദ്ധവർ അല്ലേ, അത്ര ജ്ഞാനിയാണ്, കാട്ടിൽ ഭക്തൻ അല്ലേ. ഭഗവാൻ ഉദ്ധവർ കാട്ടിലേക്ക് പോയ ശേഷം സകല ജീവജാലം ഭൂതങ്ങളെയും അല്ലേ, ജീവനില്ലാത്ത പഞ്ചഭൂതങ്ങളെ വരെ പരിപാലിക്കുന്ന ഈശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ എന്താ ചെയ്തേ. അപ്പോൾ ശാപം മുനിമാരെ കയ്യിൽ നിന്ന് കിട്ടി ഒലയ്ക്ക പ്രസവിച്ചതിന് ശേഷം എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്തതെന്ന് ചോദിക്കുക. ഈശ്വരൻ നിത്യമുക്തനും ജനനമരണാദിബാധകൾ ഇല്ലാത്തവനുമാണ്. എങ്കിലും സ്വേച്ഛയാ ഭഗവാൻ സ്വീകരിച്ച ദേഹം ഉപേക്ഷിക്കണേനെ ഈശ്വരമുക്തി എന്ന് വേണമെങ്കിൽ പറയാം. ജീവന്മാർ കർമ്മബന്ധത്തിലകപ്പെട്ട് ജനനമരണങ്ങൾക്ക് കീഴടങ്ങി ഭഗവാൻ ലോകാനുഗ്രഹത്തിന് വേണ്ടി സ്വേച്ഛാസന്തുഷ്ടപ്രകാരം ദേഹം നമ്മൾ ഷർട്ട് മാറും പോലെ ശരീരങ്ങൾ എടുക്കും, അതിനുശേഷം അത് കളയും. അത് തന്നെ അവതാരമൂർത്തികളിൽ പ്രത്യക്ഷമായി കാണപ്പെടുന്ന ഈശ്വരത്വം. ഭഗവാൻ സ്വശരീരം ഉപേക്ഷിച്ച സംഗതി വിസ്തരിക്കാനായിട്ടാണ് രാജാവിൻ്റെ ചോദ്യേ. ബ്രഹ്മശാപൂപ സംസൃഷ്ടേ സ്വകുലേ യാദവർഷഭാ പ്രേയസീം സർവനേത്രാണാം തനും സ കഥമത്യജത്. സ്വകുലേ തൻ്റെ വംശം ബ്രഹ്മശാപോപസംസൃഷ്ടി ബ്രാഹ്മണശാപത്താൽ പീഡിക്കപ്പെട്ടപ്പോൾ യാദവർഷഭയാത് യദുകുലശ്രേഷ്ഠനായിട്ടുള്ള സ ഭഗവാൻ കൃഷ്ണൻ സർവനേത്രാണ്, എല്ലാവരുടെയും കണ്ണുകൾക്കും പ്രേയസിയും പ്രേമസ്ഥാനായിട്ടുള്ള തനും ദേഹത്തെ കഥം എങ്ങനെ അത്യജത് ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുക. ബ്രാഹ്മണരുടെ ശാപം തൻ്റെ കുലത്തിന് നേരിട്ടപ്പോൾ യദുകുലശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ സകല പ്രാണികളുടെയും സകല ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ രമിപ്പിക്കണവനാണ് ഈ ഭഗവാൻ. അതുകൊണ്ട് അവരുടെ സർവരുടെയും പരമപ്രേമാസ്പദമായിരിക്കണ തൻ്റെ ശരീരത്തെ ഏതുവിധം ഉപേക്ഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണനിരിക്കുമ്പോഴേ ശാപം എങ്ങനെയാണ് കുലത്തിന് ബാധിക്കണേ എന്നുള്ളൊരു ശങ്കയുണ്ടാവും. ആദ്യ അധ്യായത്തിൽ അതിന് സമാധാനം പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഭഗവാൻ വേണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട്, അല്ലെങ്കിൽ ഭഗവാന് ശാപമൊന്നും ഭഗവാനെ ബാധിക്കില്ല. ഭഗവാൻ കുലം നശിപ്പിക്കണം, അവരെ ദേവന്മാരാണ്, ദേവന്മാരെ തിരിച്ച് ദേവലോകത്തേക്ക് വിടണം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ യദുക്കൾ തന്നെ ലോകത്തിന് വലിയ
നാശമായിട്ട് വരും. പ്രത്യാകൃഷ്ടും നയനമബലായത്ര ലഗ്നം ന ശേകൂ കർണാവിഷ്ടം ന സരതി തദൂയത് സദാം ആത്മലഗ്നം യശ്രീർവാചാം ജനയതിരതിം കിം നുമാനം കവീനാം ദൃഷ്ട്വാ ജിഷ്ണൂർയുധിരധഗതം യച്ച തത്സാമ്യമീയു. എത്ര യാതൊന്നിൽ ലഗ്നം പറ്റിയ നയനം കണ്ണിനെ പ്രത്യാകൃഷ്ടും പിൻവലിക്കാനായിക്കൊണ്ട് അബലാ സ്ത്രീകൾ നശേകു ശക്തതകളായില്ല. കർണാവിഷ്ടം കാതുകളിൽ പ്രവേശിച്ച സദാം സജ്ജനങ്ങളുടെ ആത്മലഗ്നം മനസ്സിലൊരു ഉറച്ച യാതൊന്ന് തഥാ അതിന്ന് നസരതി പൂണൂല. യശ്രീ യാതൊന്നിൻ്റെ ശോഭ കവീനാം കവികളുടെ വാചാം വാക്കുകൾക്ക് രതിയും ഉല്ലാസത്തെയും മാനം പൂജ്യതയും ജനയതി ഉണ്ടാക്കി തീർക്കണമെന്ന് കിംനു പറയണോ. യുദ്ധത്തിൽ ജിഷ്ണു അർജുനൻ്റെ രഥാഗതം തേരിലിരിക്കണ യാതൊന്നിനെ ദൃഷ്ട്വാ കണ്ടിട്ട് തത്സാമ്യം അതിൻ്റെ തുല്യതയെ യു പ്രാപിച്ചു എന്ന് പറയുമ്പോൾ സർവ ഇന്ദ്രിയങ്ങളെയും പ്രീതിപ്പെടുത്തണമെന്ന് പറഞ്ഞത് സ്പഷ്ടാക്കണേ. ഭഗവാന്റെ ദേഹം കണ്ടുള്ളൂ. അപ്പോഴത്തേക്ക് മോഹിച്ച സ്ത്രീകൾ അവരുടെ കണ്ണുകളെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ തന്നെ ഇങ്ങനെ പതിപ്പിച്ച് പ്രേമത്തോടുകൂടി പതിപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഗോപ സ്ത്രീക്കും ഭഗവത് സ്വരൂപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ സാധിക്കില്ല. ഭഗവത് ദേഹത്തിൽ നിന്ന് കണ്ണെടുക്കുമ്പോൾ അവർക്ക് വലിയ മഹാസങ്കടം ഉണ്ടാവുക. അതുകൊണ്ട് ഭഗവാൻ പോണ ദിക്കിലേക്ക് ഗോപിമാർ പോണതല്ലാതെ അന്യസ്ഥലത്തേക്ക് അവർ പോവില്ല. ഭഗവാന്റെ കാന്തി കേട്ട് മോഹിച്ച സജ്ജനങ്ങൾ അവരവരുടെ ഹൃദയത്തിൽ ഏതു രൂപത്തെ ഉറപ്പിച്ചുകോ അല്ലേ? ഭഗവത് സ്വരൂപത്തെ, ഭഗവാന്റെ കാന്തി കേട്ടിട്ട് ഭഗവത് സ്വരൂപത്തെ അവരുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുന്ന സജ്ജനങ്ങൾ ആ രൂപം ആ സ്ഥലം വിട്ടുപോകാണ്ട് കഠിനമായിട്ട് പരിശ്രമിക്കും അല്ലേ? യാതൊരു സ്വരൂപത്തെ അല്ലേ വർണ്ണിക്കുമ്പോൾ, ഭഗവത് സ്വരൂപത്തെ വർണ്ണിക്കുമ്പോൾ കവികൾക്ക് ആനന്ദം വർദ്ധിക്കുകയും ആ വാക്കുകൾ കേൾക്കണവർ കവികളെക്കുറിച്ച് സ്തുതി ഉണ്ടാക്കണം, കവികളെ സ്തുതിക്കുകയും ചെയ്യുന്നു. അർജുനൻ്റെ തേര് തെളിക്കുക എന്നുള്ളൊരു വ്യാജ രൂപത്തിൽ ഭക്തവാത്സല്യം പ്രകടിപ്പിച്ച ഭഗവാന്റെ സ്വരൂപം കണ്ടുകൊണ്ട് യുദ്ധഭൂമിയിൽ മരിച്ചവർക്കേ പിന്നെ ഒരു ജനനിയുടെ ജഠരപ്രവേശം അമ്മയുടെ വയറ്റിലേക്ക് പൂണ്ടി വന്നിട്ടില്ല, ഭഗവത് സാരൂപ്യം പ്രാപിച്ചു. ഇങ്ങനെ എല്ലാവരുടെയും എല്ലാ ഇന്ദ്രിയങ്ങളും ഒരുപോലെ ആനന്ദിപ്പിച്ച ആ മോഹന സ്വരൂപം ഏതു വിധാണ് ഭഗവാൻ ഉപേക്ഷിച്ച് എന്ന് ചോദിക്കുകയാണ് ഭഗവാൻ പരീക്ഷത്ത്. ശ്രീശുക ഉവാച ദിവിഭുവ്യന്തരീക്ഷേ ച മഹോത്പാദാൻ സമുദ്ധിതാൻ ദൃഷ്ട്വാ അസീനാൻ സുധർമായാം കൃഷ്ണ പ്രാഹയദൂനിതം. ദിവി സ്വർഗത്തിലും ഭുവി ഭൂമിയിലും അന്തരീക്ഷേ ച മധ്യത്തിലും സമുദ്ധിതാൻ ഉത്ഭവിച്ച മഹോത്പാദാൻ ഘോര ശുഭലക്ഷണങ്ങളെ ദൃഷ്ട്വ കണ്ടിട്ട് കൃഷ്ണൻ സുധർമായാം സുധർമ്മയിൽ ആസീനാൻ ഇരിക്കണ യദൂൻ യദുക്കളോട് ഇതിനെ പ്രാഹ പറഞ്ഞ് ശ്രീ ശുഗുവിനേരിൽ ചെയ്യണേ. ആകാശത്തിൽ സൂര്യന് ചുറ്റും പരിവേഷം, ഇങ്ങനെ ഒരു വട്ടം പല വർണ്ണത്തിൽ സൂര്യന് പരിവേഷം കഷ്ടകാലത്തെ കാണുള്ളൂ. ഭൂമിയിൽ ഭൂകമ്പം, ഈ അന്തരീക്ഷത്തിൽ ദിക്കുകൾ അവിടെ ഇവിടെയൊക്കെ തീ കാണുക, ഈ വിധം ഘോരങ്ങളായിട്ടുള്ള അശുഭസൂചകങ്ങൾ ഉണ്ടായത് കണ്ടറിഞ്ഞ ഭഗവാൻ തന്നെ ഉണ്ടാക്കണവേ സുധർമാന്ന് പേരായിട്ടുള്ള തന്നെ ഭഗവത് സഭയിലിരിക്കുന്ന യദുക്കളോട് ഈ വിധം ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ആ ഒലക്കി കിട്ടിയതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. ശ്രീ ഭഗവാനുവാച ഏതേ ഘോരാ മഹോത്പദാ ദ്വാർവത്യാം യമകേതവാ മുഹൂർത്തം അപിമസ്ഥേയം അത്ര നൂയതു പുങ്കവ യതു ശ്രേഷ്ഠന്മാരെ യമകേതവ അന്തകൻ്റെ കുട്ടിക്കൂറകളായിട്ടും ഘോരാ ഭയങ്കരങ്ങളായിട്ടിരിക്കുന്ന ഏതേ ഈ മഹുൽപാദ ശുഭലക്ഷണങ്ങളെ ദ്വാർവത്യാം ദ്വാരകയിലെ മുഹൂർത്തം അഭി അല്പകാലം കൂടി അത്ര ഇവിടെ നമുക്ക് നസ്ഥേയം വസ്തുവിടെ. ഭഗവാൻ പറയുക യദുശ്രേഷ്ഠന്മാരെ സഭയിലേക്ക് വിളിച്ച് പറയുക, ഈ ദ്വാരകയിലെ അന്തകൻ്റെ എഴുന്നള്ളത്തിനെ സൂചിപ്പിക്കുന്ന കൊടിക്കൂറകളാണോ എന്ന് തോന്നും വിധം അതിഭയങ്കരങ്ങളായിട്ടുള്ള അശുഭലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇനി അരനിമിഷം പോലും നമുക്ക് ഇരിക്കാൻ പാടില്ല. സ്ത്രീയോ ബാലാശ്ച വൃദ്ധാശ്ച ശംഖുദ്ധാരം വ്രജന്വിതാ വയം പ്രഭാസം
യാസ്യാമു യത്ര പ്രത്യക് സരസ്വതി സ്ത്രീയാ സ്ത്രീകളും ബാലാച്ച ബാലന്മാരും വൃദ്ധാച്ച വൃദ്ധന്മാരും ഇതാ ഈ പ്രദേശത്ത് നിന്ന് ശംഖോദ്ധാരം എന്നുള്ള തീർത്ഥസ്ഥലത്തേക്ക് വ്രജന്തു വ്രജിക്കട്ടെ പൊക്കോട്ടെ. നമ്മൾ എത്ര ഏതൊരു ദിക്കിൽ സരസ്വതി നദി പ്രത്യേക പറഞ്ഞാട്ട് ഒഴുകണു. പ്രഭാസം എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് അസ്യാമ പോകണമെന്ന് പറയും. അപ്പോൾ ഭഗവാൻ ആദ്യം പറയുക സ്ത്രീകളും കുട്ടികളും വയസ്സന്മാർ ഈ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ശംഖോദ്ധാരം എന്ന് പറഞ്ഞ തീർത്ഥസ്ഥാനത്തേക്ക് പൊക്കോട്ടെ. നമ്മൾ പുരുഷന്മാർ സരസ്വതി നദി പടിഞ്ഞാട്ട് ഒഴുകണ പുണ്യസ്ഥലമായിട്ടുള്ള പ്രഭാസ തീർത്ഥത്തിലേക്കും പോകണം. അപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും വയസ്സന്മാരെയും ഭഗവാൻ മാറ്റി ആദ്യം തത്രാഭിഷിച്യ ശുചയ ഉപോഷ്യ സുസമാഹിതാ ദേവതാ പൂജയിഷ്യാമ സ്നപനാഹ ലേപനാർഹണൈ. തത്ര തീർത്ഥത്തിൽ അഭിഷിച്ച കുളിച്ചിട്ട് ശുചയ ശുദ്ധരായിട്ട് ഉപവാസം ചെയ്ത് സുസമാഹിത ഏറ്റവും ഭക്തിയോടുകൂടി ലേപനാർഹണൈ അഭിഷേകം പൂജ ഒക്കെ കൊണ്ട് ദേവതകളെ പൂജിക്കാം. ആ പുണ്യതീർത്ഥത്തിൽ നമ്മൾ കുളിച്ച് പരിശുദ്ധരായിട്ട് ആഹാരം ഉപേക്ഷിച്ച് വ്രതശീലത്തോടുകൂടി ദേവന്മാർക്ക് അഭിഷേകം പുഷ്പാഞ്ജലി ചന്ദനം ചാർത്തൽ നിത്യം ഇതൊക്കെ കൊണ്ട് നമുക്ക് പൂജ ചെയ്യാം. ബ്രാഹ്മണാംസ്തു മഹാഭാഗാൻ കൃത സ്വസ്ത്യയനാവയം ഗോഭൂഹിരണ്യവാസൂഭിർ ഗജാശ്വരധ വേശ്മഭി കൃതസ്വസ്ഥേന ശാന്തികർമ്മങ്ങൾ ചെയ്ത വയം നമ്മൾ ഗജാശ്വരധ വേശ്മഭി ആന കുതിര തേര് വീട് ഇതൊക്കെ ഭവന് ഇതൊക്കെ കൊണ്ടും ഗോഭൂഹിരണ്യവാസോഭി പശുഭൂമി സ്വർണം വസ്ത്രം കൊണ്ടും മഹാഭക്തരായിട്ടുള്ള ബ്രാഹ്മണരെ പൂജിക്കണം. അപ്പോൾ ക്ഷേത്രത്തിലും തീർത്ഥത്തിലും പ്രായശ്ചിത്താദി കർമ്മം ശാന്തികർമ്മങ്ങൾ നമ്മൾ ചെയ്യിച്ച ശേഷം ആദ്യം പ്രഭാത തീർത്ഥത്തിൽ പോയിട്ട് ഈശ്വരഭക്തരായിട്ട് കൃഷ്ണഭക്തരായിട്ട് ബ്രഹ്മജ്ഞാനികളായിട്ടിരിക്കുന്ന ബ്രാഹ്മണർക്ക് പശുഭൂമി സ്വർണം വസ്ത്രം ആന കുതിര തേര് ഭവനം ഇങ്ങനെയുള്ള നിത്യോപയോഗത്തിനും ശാശ്വതമായിട്ട് ജീവിക്കാനും ഉപകരിക്കുന്ന സാധനങ്ങൾ ആദരവോടുകൂടി ദാനം ചെയ്ത് ബ്രാഹ്മണരെയും പൂജിക്കണം. വിധിരേഷ അരിഷ്ടഘ്നോ മംഗളായനമുത്തമം ദേവദ്വിജഗവാം പൂജാ ഭൂതേഷു പരമോ ഭവ ഏഷ. ഇത് അരിഷ്ടഘ്ന ദോഷം തീർക്കണ വിധി കർമ്മം ഉത്തമം ശ്രേഷ്ഠമായിട്ടുള്ള മംഗളായനം കല്യാണജനകമാണ്. ദേവദ്വിജഗവാം ദേവന്മാർ ബ്രാഹ്മണർ പശുക്കൾ ഇവരുടെ പൂജ ഭൂതേഷു ഭൂതങ്ങളിൽ പരമ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവ ശരിയാണ്. ഇപ്പോൾ പറഞ്ഞ വിധം പ്രവർത്തിക്കുന്ന ദോഷഫലങ്ങളെ തടുക്കാൻ ഉപകരിക്കുന്ന പ്രായശ്ചിത്ത കർമ്മങ്ങളാണ്. അതിശ്രേഷ്ഠമായിട്ടുള്ള മംഗളം ജനിക്കാൻ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശക്തിയുണ്ട്. ദേവന്മാർ ബ്രാഹ്മണർ പശുക്കൾ ഇവരെ പൂജിക്കുന്നതുകൊണ്ട് പ്രാണികൾക്ക് പരമോത്കൃഷ്ടമായിട്ടുള്ള ഐശ്വര്യം സിദ്ധിക്കും. ഇതി സർവേ സമാകർണ്യ യദു വൃദ്ധാമധുദ്വിഷാ തഥേതി നൗഭിരുത്തീര്യ പ്രഭാസം പ്രയയൂ രഥൈ. സർവേ യദു വൃദ്ധശ്രേഷ്ഠരായിട്ടുള്ള യാദവരെല്ലാവരും മധുദ്വിഷ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രകാരമുള്ള വാക്ക് സമാകർണ്യ കേട്ട് തഥാതി അങ്ങനെ തന്നെയാണ് നൗഭി തോണികളെ കൊണ്ടും രഥങ്ങളെ കൊണ്ടും ഉത്തീര്യ കടന്നിട്ട് പ്രഭാസത്തെ ഭഗവാൻ ഈ വിധം പറഞ്ഞ വാക്ക് ശ്രേഷ്ഠരായിട്ടുള്ള ഇതുക്കളെല്ലാവരും സമ്മതിച്ചു. തോണികളിൽ കയറി ഇരുന്നുകൊണ്ട് സമുദ്രം കടന്ന് തോണി കയറി സമുദ്രം കടന്നു. അതിന് ശേഷം അവർ തേരിക്കരയേറി സമുദ്രം കടന്ന് കരയിലെത്തിയപ്പോൾ പ്രഭാസ തീർത്ഥത്തിലേക്ക് അങ്ങോട്ട് പോയി. ഇപ്പോൾ നമ്മൾ ഇന്ന് 10ാം ശ്ലോകത്തിൽ എത്തിയിട്ട് നാളെ 11 തുടങ്ങും. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.